ഇടയിടെ ആക്സിഡൻ്റ് ആക്കിയിട്ട് നിർത്താതെ പോയവനെ നിന്നോടാ എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ ചത്തിട്ടില്ല, എനിക്ക് ജീവനുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ബസ്സാണെങ്കിൽ ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയിനെ ഇടിച്ച് അദ്ദേഹം മരിച്ചു പോവുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നീ അടുത്ത് സൊമാറ്റോയുടെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ അതിൻ്റെ പാർട്ട് 2 ആയിട്ട്? എന്നാണെങ്കിലും നാളെ കേസ് വരുമോ എന്ന് പറഞ്ഞ് നീ വീട്ടിൽ പേടിച്ചിരിക്കുക എന്നുള്ള കാര്യം എനിക്കറിയാം. കുഴപ്പമൊന്നുമില്ല, എനിക്ക് പരാതിയോ ഇതോ വരുമോ ഒന്നുമില്ല. ഇനിയെങ്കിലും ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഭാഗത്തു നിന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നിർത്തണം കേട്ടോ. എന്നിട്ട് ആക്സിഡൻറ്റ് പറ്റിയ ആൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ പോകാവുള്ളൂ കേട്ടോ. അല്ല വണ്ടി നിങ്ങൾ നിർത്തിയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. വണ്ടി നിർത്താതെയൊക്കെ പോകാൻ നേരത്താണ് നിങ്ങൾക്കെതിരെ കേസ് വലുതായി പോകുന്നത്. അപ്പോൾ ഇനിയും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അടിപൊളി, കാലിന് മുട്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കൊള്ളാം, അന്തസ്. ഒരു ബ്രേക്ക് ലിവർ മാറേണ്ട ഒന്ന് എന്താണാവുക. ഇന്ന് സ്റ്റമ്പെല്ലാം കറക്റ്റായാൽ മതിയായിരുന്നു. വണ്ടി ഒന്ന് റണ്ണിങ് ആയി ഓടുന്ന കണ്ടീഷനിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ഷാട്ടാണ്. ഓം നമഃ ശിവായ. അയ്യോ, രക്ഷപ്പെട്ടു. അയ്യോ, ഒന്നാം ശിവ. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ എനിക്കിപ്പോൾ സംഭവിച്ച ഒരു ആക്സിഡൻറ്റ് വീഡിയോ ആണ്. വെമ്പള്ളി റൂട്ടിൽ നിന്ന് പട്ടിത്താനം ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു കാറ് ഒരു വളവിൻ്റെ അവിടെ വെച്ച് എൻ്റെ ബൈക്കിനെ ഓവർടേക്ക് ചെയ്തതാണ്. അപ്പോഴത്തേക്ക് ആ വണ്ടി എന്നെ ഇടിച്ചു തെറിപ്പിച്ച് ആ വഴിയുടെ നടുക്കിട്ടിട്ട് ആ വണ്ടി നിർത്താതെ പോയിട്ടുണ്ട്. അപ്പം ഈ നിർത്താതെ പോയ ഇവൻ ഈ വീഡിയോ കാണുവാണെങ്കിലും ഇല്ലെങ്കിൽ ശരി, ഞാൻ ഒരു കാര്യം പറയുവാണ്. എൻ്റെ പൊന്നു കൂട്ടുകാരാ, ഇതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ സംഭവിച്ച് അപകടം സംഭവിച്ച് ആരെങ്കിലും റോട്ടിൽ വീണ് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം ആ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തിരക്കണം. മിനിമം ആ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കിയിട്ടിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തിരക്കിയിട്ട് പോകാമല്ലോ. നിങ്ങൾ വണ്ടി പോലും നിർത്താതെയാണ് പോയിരിക്കുന്നത്. എനിക്കിപ്പോൾ നിങ്ങളെ പിടിക്കണമെന്ന് വിചാരിച്ചാൽ സുഖമായിട്ട് എനിക്കറിയാം. കാരണം ഞാൻ വണ്ടിയിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് നിങ്ങളുടെ വണ്ടി നമ്പർ ഞാൻ നോട്ട് ചെയ്തായിരുന്നു, വണ്ടിയുടെ കളറും ഞാൻ നോട്ട് ചെയ്തായിരുന്നു. അതും പോരാട്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ ഇടിപ്പിച്ചിട്ട് ആ സമയം വെച്ച് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതേ പുറകിലുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു, ആ ഹോട്ടലിൻ്റെ അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് CCTV ക്യാമറ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കളറും നിങ്ങളുടെ വണ്ടിയുടെ കളറും നിങ്ങളുടെ വണ്ടി നമ്പരും എനിക്ക് സുഖമായിട്ട് കിട്ടും. നിങ്ങൾ അങ്ങോട്ടാണ് പോയെന്ന് വരെ എനിക്ക് കിട്ടും. പക്ഷേ എനിക്ക് നിങ്ങളോട് പരാതിയോ പരിഭവോ ഒരു കാര്യമോ ഇല്ല. ഞാൻ ഇത്രയും കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ. ഇനിയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സാമാന്യ മര്യാദ എന്ന നിലയിൽ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ആ വണ്ടി ഇടിച്ച ആൾക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് പോകാം. ഇപ്പം നിങ്ങൾ വണ്ടി നിർത്താതെ പോയതിൻ്റെ കാരണം ഒന്നെങ്കിൽ നിങ്ങൾ പേടിച്ചിട്ടായിരിക്കും ആ വണ്ടി ഇടിച്ചിട്ട് നിങ്ങൾ നിർത്താതെ പോയത്. അപ്പം ആ കാര്യം എന്താണെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും എനിക്ക് പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയെങ്കിലും നിങ്ങളും നിങ്ങളെപ്പോലെ കാണിക്കുന്നവരോടും കൂടിയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ
നിർബന്ധമായിട്ടും ആ ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്ത് വണ്ടി ഒന്ന് ഒതുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് പോവുക. കേസോ കാര്യങ്ങളോ ഒക്കെ അത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോൾ കേസ് വന്നെന്ന് പറയാൻ അധികം കേസോ കാര്യങ്ങളോ വരുന്നില്ല. കാരണം നിങ്ങൾ വണ്ടി ഓടിച്ചതിന് ശേഷം നിങ്ങൾ വണ്ടി ഇടിച്ചപ്പോൾ നിങ്ങൾ നിർത്താതെ പോകുമ്പോഴാണ് നിങ്ങൾക്കെതിരെ കൂടുതലായിട്ടുള്ള കേസ് വരുന്നത്. ആദ്യം നിങ്ങൾ അത് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ പേടിച്ചിട്ട് വണ്ടി നിർത്താതെ പോവുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഒരിക്കലും വളവെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന ആളുടെ അവസ്ഥ വളരെ കഷ്ടമായിരിക്കും. ചിലപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കെട്ട് ഇടിച്ചിട്ടായിരിക്കും നിങ്ങളുടെ വണ്ടി പോകുന്നത് മുന്നോട്ട്. മനസ്സിലായില്ലേ? അപ്പം ഇനിയെങ്കിലും ഇതുപോലെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ദയവായിട്ട് വണ്ടി ഒന്ന് നിർത്തുക. അപ്പം അത്രേ എനിക്ക് പറയാവുള്ളൂ. ഓക്കെ.